പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി എടുത്തുപോയിട്ടുള്ള മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ അതായത് അമ്മയുടെ മാർഗങ്ങൾ, ജ്ഞാനമാർഗങ്ങൾ, ക്രിസ്തു അനുഭവത്തിൻ്റെ ജ്ഞാനമാർഗങ്ങളിലാണ് ഉടമ്പടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും തന്നെയാണ് എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ, അതിനനുധാരികളായി വരുന്ന അവൻ പറയുന്നത് പോലെ ചെയ്യാവുന്ന ചെയ്വനകൾ എല്ലാം അതുപോലെ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ചൂട് നൽകിക്കൊണ്ടാണ് ഉടമ്പടി എന്ന് പറയുന്ന മുട്ടയെയും നമ്മൾ വിരിയിക്കണത്. അപ്പം ചില വിഷയങ്ങൾക്ക് കൂടുതൽ ചൂട് വേണ്ടി വരും. ചിലർ 21 ദിവസം കൊണ്ട് വിരിയും, ചിലത് 60 ദിവസം കൊണ്ടേ വിരിയത്തുള്ളൂ. അപ്പം അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ടൈമാണത്. അപ്പോൾ 21 ദിവസം കൊണ്ട് അത് വിരിഞ്ഞല്ല, അല്ലെങ്കിൽ എൻ്റെ അയൽവാസി ഉടമ്പടി എടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് കാര്യം നടന്നല്ലോ, എനിക്ക് ഇത്രയും താമസിക്കണം എന്ന് വെച്ചാൽ നിൻ്റെ വിഷയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത്. നിൻ്റെ വിഷയത്തിൻ്റെ കാഠിന്യം. അപ്പം ചിലത് കോഴിമുട്ട പോലെ ഇരിക്കും, ചില ആമമുട്ട പോലെ ഇരിക്കും. അതിന് കൂടുതൽ ഹീറ്റ് ആൻഡ് എനർജി വേണ്ടി വരും. അപ്പം അത്രേ അതിൻ്റെ വിഷയമുള്ളൂ. അല്ലാതെ അതിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത് ആവശ്യമില്ലാതെ. കാരണം രണ്ടും നേച്ചറുള്ള സബ്ജക്റ്റ് ആയിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ജീവിതത്തിലെ കൂടുതൽ വിശ്വാസവും കൂടുതൽ സ്നേഹത്തിന്റെ ചൂടും ആവശ്യമായിട്ടുള്ള വിഷയങ്ങൾക്ക് ആർജിക്കുന്ന ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കായിരം സ്തോത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഖനായിലെ അത്ഭുതത്തിന്, ദിവ്യാത്ഭുതത്തിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണ് എന്ന് യോഹന്നാൻ പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. വാട്ട് വാസ് ദ നെറ്റ് റിസൾട്ട്? ഇതിൻ്റെ അനന്തര ഫലം എന്താണ്? വസ്തുത്തിലെ വിശ്വാസം തന്നെയാണ്. ആരുടെ വിശ്വാസം? ശിഷ്യന്മാരുടെ വിശ്വാസം. ആരാണ് ശിഷ്യന്മാർ? പ്രവർത്തകരെ. അതാണ് കർത്താവിൻ്റെ പ്രവർത്തകരെ കർത്താവ് രൂപീകരിക്കുകയാണത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത്, അങ്ങനെ അവൻ്റെ ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിച്ചു. 2:11 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം എന്താ പറയണത്? കാനായിൽ അത്ഭുതം കഴിഞ്ഞപ്പോൾ അത് കണ്ട ശിഷ്യന്മാർ എന്താ ചെയ്തത്? അങ്ങനെ ജനക്കൂട്ടം അവനെ വിശ്വസിച്ചെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഒരു മുമ്പിൽ നടക്കുന്ന ഒരു മിറക്കിളാണത്. ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുമ്പിൽ നടക്കുന്ന ഒരു മിറക്കിളാണ്. അവിടെ എല്ലാവരെയും അത് ഒരു കൺവെൻഷൻ പോലെ, അപ്പം വർദ്ധിപ്പിക്കുന്ന പോലെ ഉള്ള ഒരു സംഭവമല്ല. അവിടെ വന്നിരിക്കുന്നത് ശിഷ്യന്മാരും അവൻ്റെ ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അതാണ്. അപ്പോൾ യേശുവിനും ശിഷ്യന്മാർക്കുമുള്ള ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു ഫങ്ഷനാണത്. എല്ലാവരും അല്ലാതെ നമ്മൾ പള്ളിയിൽ പെരുന്നാളിന് പോണ പോലെയുള്ള എൻ്റയർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള അത്ഭുതമല്ല, അടയാളമല്ല. വളരെ പരിമിതമായ രീതിയിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ടൊരു അതിഥികളുടെ ഇടയിലുണ്ടാകുന്ന ഒരു വെളിപാടാണ്. യേശുവിനെ വെളിപ്പെടുത്തുന്നതാണതവിടെ. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ, ക്ഷണിക്കപ്പെട്ടവരുടെ മുമ്പിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു വലിയ അടയാളമാണത്. അതുകൊണ്ടാണ് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചുവെന്ന് യോഹന്നാൻ 2:11 ആ അധ്യായം കഴിയുമ്പോൾ അതാ അത്ഭുതം കഴിയുമ്പോൾ പറയണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ചില മിറക്കിളുകൾ
ശരിക്കും എന്തിനുള്ളതാണ്? ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കാനുള്ളതാണ്. ആരാണ് ശിഷ്യന്മാർ? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിപ്പിച്ചും സുവിശേഷ വേല ചെയ്യുന്ന ആൾക്കാരെയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുന്ന രക്ഷാകരമായ നടപടിക്ക് വേണ്ടി പ്രത്യേക അഭിഷേകം പ്രാപിച്ച ആൾക്കാരാണ് ശിഷ്യന്മാർ. അപ്പം ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അതിനു വേണ്ടി കാരണമായത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അപ്പം ശിഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ശിഷ്യന്മാരാണല്ലോ പിന്നീട് യേശുവിനെ ലോകത്തിലേക്ക് കൊടുക്കണത്. അപ്പോൾ അമ്മയുടെ മരിയൻ മിഷൻ ഭയങ്കര ശക്തമാണ്. ഒന്ന്, റിസീവ് ജീസസ്, യേശുവിനെ വചനത്തിൽ വിശ്വസിച്ച് കൊണ്ട് യേശുവിനെ ഉദരത്തിൽ സ്വീകരിക്കുന്നയാളാണ് മേരി. എന്നിട്ട് പിന്നീട് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി ലോകത്തിന് യേശുവിനെ കൊടുക്കാൻ വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കുന്ന ആളാണ് അമ്മ. അപ്പം നമ്മൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരേ സമയം അമ്മയെപ്പോലെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും പിന്നെ യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ യേശുവിന് സാക്ഷികളാകാൻ വേണ്ടിയുള്ളവരെ പരിചരിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വലിയൊരു ദൗത്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കണം എന്നുള്ള ബോധ്യമുള്ളവർക്ക് പെട്ടെന്ന് ദൈവമഹത്വം ഉണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ശ്രുതികട യേശുവേ ആരാധന, ആരാധന, സ്നേഹമേ സ്നേഹമേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിന്നീട് ഈ ശിഷ്യന്മാരാണ് വിശ്വാസത്തിൽ വളർന്ന് യേശുവിനെ ലോകത്തിന് കൊടുക്കണത്. അപ്പോഴേ യോഹന്നാൻ 2:11 പറയുന്ന അവൻ്റെ ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാര്യം എന്താണ്? ആ ശിഷ്യന്മാരിലൂടെയാണ്. ഇപ്പം തന്നെ നമുക്ക് ഉദാഹരണത്തിന് ഗ്രീക്കുകാർ, ഇപ്പം യഹൂദന്മാരല്ലാത്ത ആൾക്കാരാണല്ലോ. പിന്നെ ഉള്ള ഒരു കൺസിഡറബിൾ ഓഡിയൻസ് എന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ്. യേശുവിൻ്റെ കാലത്ത് ഗ്രീക്കുകാർ നേരിട്ട് യേശുവിൻ്റെ അടുത്ത് വരണില്ലല്ലോ. വചനം എന്താ പറയണത്? മരിയൻ വഴി, മാതാവ് വഴി പരിശീലിപ്പിക്കപ്പെട്ട വിശ്വാസത്തിൽ വളർന്ന ശിഷ്യന്മാരെ അടുത്തേക്ക് ആണ് പിന്നീട് ലോകം വരുന്നത്. അതാണ് നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12:21 ഗ്രീക്കുകാർ വന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? വി വാണ്ട് സീ ജീസസ്, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. അപ്പോൾ അത് ആരാണ് ചോദിക്കണത്? ഫിലിപ്പോസിനോടാണ് ചോദിക്കണത്. ഫിലിപ്പോസൊക്കെ കർത്താവിൻ്റെ ബന്ധുക്കാർ, സൈദായിക്കാരൻ കല്യാണത്തിനുണ്ടായിരുന്ന കക്ഷികളാണ്. അപ്പോൾ ഫിലിപ്പോസിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കർത്താവിനെ കാണണം. ഫിലിപ്പോസിൻ്റെ അടുപ്പക്കാരാണ് കഫർനാംകാരനായ പത്രോസ്. ഇപ്പോൾ ബെത്സൈദ, കഫർനാമൊക്കെ വളരെ സമുദ്രതീര പട്ടണങ്ങളിലാണ്. അപ്പോൾ ഇവരെല്ലാവരും മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അവർ ഫിലിപ്പോസ് വന്നിട്ട് അന്ത്രയോസിനോട് പറയും, ഗ്രീക്കുകാർ വന്നിട്ടുണ്ട്, അവർക്ക് കർത്താവിനെ കാണണമെന്ന് പറയും. അപ്പം അന്ത്രയോസും ഫിലിപ്പോസും കൂടി ഗ്രീക്കുകാരെ കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഗ്രീക്കുകാർ വരുമ്പോൾ അപ്പം ക്രമേണ നമുക്കറിയാമല്ലോ,
നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, നിങ്ങൾ കൃപാസനത്തെ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ഉടമ്പടി എടുക്കുന്നത്? ഞങ്ങൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കും, അറിഞ്ഞവരെ ആഴപ്പെടുത്തും. അതാണ് നമ്മൾ എടുക്കുന്ന ഉടമ്പടി, അല്ലേ? അവൻ പറയണത് പോലെ ചെയ്യും. അങ്ങനെ കർത്താവിൽ നമ്മൾ ആഴപ്പെടും. അങ്ങനെ എന്തിനാണ് കർത്താവിൽ ആഴപ്പെടുന്നത്? ലോകത്തിന് ഈശോനെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗ്രീക്കുകാർ വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ ഇത് നമ്മളെ ഉടമ്പടിയുടെ ആന്തരികത മറന്നു പോകരുത്. അതൊരു പ്രാർത്ഥനയല്ല, ഒരു പ്രവർത്തന രീതിയാണത്, ഒരു മിഷൻ രീതിയാണത് ഉടമ്പടി. അപ്പം അതുവഴി ഞാൻ മരിയൻ മിഷണറിയായി മാറുകയാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണേ. ഏത് ഈ ലോക്ക്ഡൗണൊക്കെ നല്ലൊരു കാലമാണ്. കാര്യം എന്താ വെച്ചാൽ കാലങ്ങളിങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾക്ക് വിശ്വസ്തത പ്രകടിപ്പിക്കാനുള്ള ഒരു അനുകൂലമായ അവസരമാണിത്. അതിപ്പോൾ ഉടമ്പടിയല്ലേ, ലോക്ക്ഡൗൺ അല്ലേ, ഇപ്പോൾ കൊറോണ അല്ലേ, ലോക്ക്ഡൗൺ അല്ലേ എന്ന് പറഞ്ഞ് മണ്ടത്തരമൊന്നും കാണിച്ചേക്കരുത്. ഇപ്പോഴാണ് വിശ്വസ്തത കാണിക്കാൻ. അപ്പം ഞങ്ങൾക്ക് എന്ത് കാര്യം? ഇപ്പോൾ നല്ല ഒരുവിധം അത്യാവശ്യം ചിലവുള്ള ഒരു പരിപാടിയാണ്, ശുശ്രൂഷയാണ്, സാമ്പത്തിക ശുശ്രൂഷയാണ്. ഈ എല്ലാ ചൊവ്വാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും ഉടമ്പടി എടുത്തവർക്ക് വേണ്ടിയുള്ള ഉടമ്പടി ആരാധന നടത്തുക. അപ്പോൾ ഇതിലിപ്പോൾ 4 ക്യാമറയാണ് വെച്ചിരിക്കുന്നത്, കൊയറുണ്ട്, എല്ലാത്തിനും ചിലവുണ്ട്. ശരിക്കും ഞങ്ങൾ ആരോടും 5 പൈസ ചോദിക്കണമില്ല, വാങ്ങിക്കണമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്? എന്താ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തോടുള്ള വിശ്വസ്തതയാണ്. ഉടമ്പടി എടുത്തവർ അപ്ഡേഷൻ ഉണ്ടാകണം, അവർക്ക് വചനത്തിൽ അപ്ഡേഷൻ ഉണ്ടാകണം, അവർ വചനത്തിൽ വളരണം. അപ്പോൾ വചനത്തിൽ വളർന്ന് ആന്തരിക ബോധ്യമുണ്ടായി, അറിവുണ്ടായി, അനുഭവം ബോധ്യമായി, ബോധ്യം സാക്ഷ്യമായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. കാര്യം ഓരോ ഇൻസിഡൻറ്റും ഉണ്ടാകണം. എന്തിനാണ്? ഇപ്പോൾ ഗ്രീക്കുകാർ വരുമ്പോൾ ഈശോ എന്താ പറയണത്? ഗ്രീക്കുകാർ വരാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഈശോ എന്താ പറയണത്? എന്തിനാണ് ഗ്രീക്കുകാർ വരണം എന്നാണ് പറയണത് ഈശോ? എന്താണ്? ഇപ്പോഴെൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഓരോ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോഴേ നമുക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? അസ്വസ്ഥതയാണ്. അതാണ്. അപ്പോൾ കുരിശിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. കുരിശിൻ്റെ വചനം എപ്പോഴും അസ്വസ്ഥത. വചനം എന്ന് പറയുമ്പോൾ കുരിശിൻ്റെ വചനമാണ്. ഇപ്പം 1 കൊറിന്തോസ് 1:18 കുരിശിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 കൊറിന്തോസ് 1:18 എന്താ പറയണത്? വചനത്തെ വിളിക്കണ പേരെന്താ? കുരിശിൻ്റെ വചനമെന്നാണ്. ഇപ്പോൾ വചനം, സാർത്ഥകമായ വചനമെല്ലാം കുരിശിൻ്റെ വചനമായിരിക്കും. ആ കുരിശിൻ്റെ വചനത്തിൻ്റെ ഗുണം എന്താണ്? രക്ഷയിലൂടെ ലോകത്തിൽ 2 തരം മനുഷ്യരെയാണ് കാണുന്നത്. ഒന്നെന്താണ്? നാശത്തിലൂടെ ചരിക്കുന്നവർക്ക്. പിന്നെ എന്താണ്? രക്ഷയിലൂടെ ചരിക്കുന്നവർ. 2 തരം മനുഷ്യരാണ് ഉള്ളത്. നാശത്തിലൂടെ ചരിക്കുന്നവരുണ്ട്, രക്ഷയിലൂടെ ചരിക്കുന്നവരുമുണ്ട്. അപ്പോൾ രക്ഷയിലൂടെ ചരിക്കുന്നവർക്കാണ് കുരിശിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ മഹത്വം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ നമ്മൾക്ക് കർത്താവ് തന്ന വചനം എന്താണ്? 1 കൊരിന്തോസ് 1:18 എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. വചനം ശക്തിയാണ്. വചനം മുട്ട വിരിഞ്ഞ് വരണത് എന്താണ്? ശക്തിയാണ് നമുക്ക് ലഭിക്കണത്. ഓരോ വചനവും നമ്മൾ പുട്ടിൻ്റെ പ്രാക്ടീസ് ആകുമ്പോൾ നമ്മൾ ബലം പ്രാപിച്ചു വരും. വചനത്തിൽ അങ്ങനെ ബലം പ്രാപിക്കണത്. ഇപ്പം എന്തിനാണ് വചനം പാലിക്കണത്? നമ്മൾ വചനം എന്തിനാണ് പാലിക്കണത്? വചനത്തിൽ ഉള്ള ശക്തി സംസ്കരിച്ച് ആത്മശക്തി. നമ്മൾ ആത്മശക്തി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് അല്ലേ?
നമ്മളെ ആത്മശക്തി എന്ന് പറയുന്നത് കോൺഫിഡൻസ്, ആത്മവിശ്വാസമല്ല. നമ്മളെ ആത്മശക്തി എന്ന് പറയുന്നത് വചനം പാലിക്കുക വഴി ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിൻ്റെ ദൈവശക്തിയിൽ ബലം പ്രാപിക്കും. അതുകൊണ്ട് ഈ യോഹന്നാൻ യോഹന്നാൻ പറയുന്നില്ലേ, റോമ 1:16 എന്താണ്? രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് സുവിശേഷം. ഒന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. റോമ 1:16 സ്തുതിക്കട്ടെ ഹല്ലേലൂയ. നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാണ് ലജ്ജിക്കണത് വചനത്തെക്കുറിച്ച്? നാശത്തിലൂടെ ചരിക്കുന്നവര്, ലോകത്തിലൂടെ ചരിക്കുന്നവര്, കുരിശിൻ്റെ വചനം പോഷത്വമായിട്ട് തോന്നുന്നവരാണ് വചനത്തെക്കുറിച്ച് ലജ്ജിക്കണത്. അതാരാണ്? നാശത്തിലൂടെ ചരിക്കുന്നവർ. ഉറപ്പല്ലേ അത്? അതായത് അപ്പോൾ 1 കൊറിന്ത്യൻസ് 1:18 റോമ 1:16 തമ്മിൽ ഭയങ്കര ബന്ധമാണെന്നല്ലേ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയത്. എന്താ കാര്യം? അതായത് കുരിശിൻ്റെ വചനം ചിലർക്ക് പോഷത്വമാണ്. അവരാരാണ്? നാശത്തിലൂടെ ചരിക്കുന്നവരാണ്. അത് നിത്യജീവൻ്റെ മാർഗത്തിൽ അല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് എന്താ സംഭവിച്ചിരിക്കണത്? സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. അപ്പം ആരോ ലജ്ജിക്കുന്നുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ആരാ ലജ്ജിക്കണത്? നാശത്തിലൂടെ ചരിക്കുന്നവർ, കുരിശിൻ്റെ വചനം പോഷത്വമായി തോന്നണവരാണ് ലജ്ജിക്കുന്നത്. അതാണ് സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ഒന്നേറ്റ് പറഞ്ഞ്, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്നവർ ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പം സുവിശേഷം എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്. അതാ റോമ 1:16 പറയണത്. ചുമ്മാ ശക്തി അല്ലത്. എന്താണ്? വെറുതെ ശക്തിയല്ല. ഈ ശക്തി നമ്മളെ പുള്ള് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ശക്തി നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്, ഉന്തി തള്ളി മുൻപോട്ട് വിടുന്നുണ്ട്. എങ്ങോട്ടാണ്? രക്ഷയിലേക്ക്. അതാണ് റോമ 1:16 പറയണത്. ദേവമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് അഞ്ജലി. ഞാൻ വയനാട് പടിഞ്ഞാറത്തറയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മമ്മിയാണ്. മമ്മി ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാഴ്ച ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിച്ച് എൻ്റെ മോളുടെ നാവിൽ ഉടമ്പടി തൈലവും ഉപ്പും പുരട്ടുമായിരുന്നു. 2 വയസ്സായിട്ടും അവൾ സംസാരിക്കില്ലായിരുന്നു. അമ്മ എന്ന് പോലും ഉച്ചരിച്ചിട്ടില്ല. എന്നെ അമ്മ എന്ന് വിളിക്കാത്തത് കൊണ്ട് എനിക്ക് വളരെ സങ്കടമായിരുന്നു. പക്ഷേ ഉടമ്പടി നിയോഗത്തിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ കുഞ്ഞ് അമ്മ എന്ന് തന്നെ വിളിക്കുകയും പിന്നീട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ അവൾ എല്ലാ വാക്കുകളും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതാണ് എനിക്ക് ആദ്യമായിട്ട് അമ്മ തന്ന അനുഗ്രഹം. അതിനുശേഷം ഞാനും വന്ന് ഉടമ്പടി എടുത്തു. പിന്നീട് ഞങ്ങൾക്ക് 35 വർഷമായിട്ട് വീടില്ലായിരുന്നു. അത് ക്വാർട്ടേഴ്സിലായിരുന്നു അത്രയും കാലവും താമസിച്ചിരുന്നത്. ഒരു വീട് വെക്കണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹം തന്നെയായിരുന്നു. ഒരു ചെറിയ വീടെങ്കിലും വെച്ച് കിട്ടണമേ മാതാവേ എന്ന് വീണ്ടും ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയുടെ നേർച്ച വസ്തുവായിട്ടുള്ള ഉപ്പ് ഞങ്ങൾ അവിടെ കൊണ്ട് വിതറി, സ്ഥലത്ത് കൊണ്ട് വിതറി. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അങ്ങനെ പിന്നെ വീടിന് ഞങ്ങൾക്ക് ഒരു ചിട്ടി പിടിക്കാൻ സാധിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ പണി തീർക്കാൻ സാധിക്കുകയും ചെയ്തു. ചെറിയ വീടെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മാതാവ് 2600 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ചു.
ഇനി അത് മാത്രമല്ല, ഞാൻ BEd കഴിഞ്ഞിട്ട് 4 വർഷം ആയി ജോലി ഇല്ലാതെ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ 2020 PSC എക്സാം എഴുതിയിരുന്നു, UPSC എഴുതി. UPSC എഴുതിയതിൽ എനിക്ക് റാങ്ക് 24 തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോയിൻമെൻറ്റ് നടക്കുന്നതിന് കാലതാമസം നേരിടുമായിരുന്നു. അത് എന്ത് ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്നില്ല. കുറേ ഞങ്ങൾ പിന്നെ പോവുകയും ഇതിന് വേണ്ടിയിട്ട് നടക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ അന്വേഷിച്ചു. ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു. പക്ഷേ അപ്പോയിൻമെൻറ്റ് എന്ത് ചെയ്താൽ വരുന്നില്ലായിരുന്നു. ആ സമയത്ത് ഞാനത് 9ാം മാസമാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഏറ്റവും അടുത്തുള്ള സ്കൂളിൽ കിട്ടണമെന്നും കൂടി ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ സമയം വരെ അങ്ങനെ ഒരു അടുത്തുള്ള സ്കൂൾ ഒരു ഓപ്ഷൻ വെക്കാൻ വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 3 മാസം കൃത്യം നവംബർ 13 എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിച്ചു. അത് ഏറ്റവും അടുത്ത് അരമണിക്കൂർ എനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ളൂ. അരമണിക്കൂർ സ്കൂളിലേക്ക് പോകാനേ ഉള്ളൂ. ഗവൺമെൻറ് ജോലി തന്നെ എനിക്ക് മാതാവ് നൽകി അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ മമ്മിക്ക് തൊണ്ടയിൽ ചെറിയ ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 7 വർഷങ്ങളായിട്ട് അവർ ശബ്ദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ കാര്യമാക്കിയിട്ടില്ല. അതിനുശേഷം ഇവിടെ ഉടമ്പടി വന്ന് പുതുക്കിയതിന് ശേഷം, ആദ്യത്തെ പുതുക്കലിന് ശേഷം മമ്മി ഒരു വൈദ്യനെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടൊരു വൈദ്യനെ കാണാനിട വന്നു. അങ്ങനെ വൈദ്യൻ പറഞ്ഞു, തൊണ്ടയൊന്ന് പോയിട്ട് സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി സ്കാൻ ചെയ്തു. അപ്പോൾ നൊഡ്യൂൾസ് ഉണ്ടെന്ന് കണ്ടു. ഈ നൊഡ്യൂൾസ് ക്യാൻസറസ് ആവാനുള്ള പെർസെൻറ്റേജ്, അതായത് 4th സ്റ്റേജ് ആണെന്നാണ് കണ്ടത്. അപ്പോൾ ഇതനുസരിച്ച് പിന്നെ മമ്മീനോട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഓപ്പറേഷൻ നടത്തി. അതിനുശേഷം ബയോപ്സിക്ക് സാമ്പിൾ അയക്കുന്ന സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ആ സാമ്പിളിൽ പുരട്ടിയിട്ടാണ് ഞങ്ങളത് അയച്ചത്. റിസൾട്ട് വന്നപ്പം ക്യാൻസറസ് അല്ല എന്നുള്ള റിസൾട്ടാണ് കിട്ടിയത്. അതുപോലെ BEd പാസ്സായി, 2019 പാസ്സായി. സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാ പ്രാവശ്യവും പഠിക്കും, എഴുതും. അങ്ങനെ 7 തവണ ഞാൻ സെറ്റ് എഴുതി എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ കോഴ്സിന് ചേർന്നു. അതിനുശേഷം 2 പ്രാവശ്യം ഓൺലൈൻ കോഴ്സിന് ചേർന്നു. 2 തവണയും ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയും എഴുതുകയും ചെയ്തു. അതിന് മുന്നേ ഉള്ള പ്രാവശ്യമല്ല, ഞാൻ തനിയെ പഠിക്കുകയും എഴുതുകയും ചെയ്തു. എന്നിട്ടൊന്നും എനിക്ക് സെറ്റ് എക്സാം ലഭിച്ചില്ല. ഇവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം 2ാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ 2ാമത് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം കരുതിയിരുന്നു. ഞാൻ അത് ഒരു കയ്യിൽ നിന്ന് വിട്ടില്ല. മറ്റേ കയ്യിൽ പേനയും മറു കയ്യിൽ കാശുരൂപം മുറുക്കി പിടിച്ച് തന്നെയാണ് ഞാൻ എക്സാം മുഴുവൻ എഴുതി തീർത്തത്. അപ്പോൾ ഇത്രയും 2 സെക്ഷൻ ഉണ്ട്, രാവിലത്തെ പാർട്ടും ഉച്ച കഴിഞ്ഞുള്ള പാർട്ടും. ഇതിന് 2നും ഞാൻ ആ കാശുരൂപം കൈവിട്ടിട്ടില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും കാശുരൂപം ഞാൻ കയ്യിൽ നിന്ന് വിട്ടില്ല. ഞാൻ അത്രയും പ്രാർത്ഥിച്ചു. അങ്ങനെ കറക്റ്റ് എന്ന് വെച്ചാൽ 116 മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് പാസ്സാവാൻ വേണ്ടത്. ഈ പറഞ്ഞ കറക്റ്റ് മാർക്ക് ലഭിച്ച് ഞാൻ സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആയി. അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം അത്രയും നാൾ 7 തവണ ഞാൻ എഴുതി ഞാൻ മടുത്തതാണ്. അവസാനം ഞാനിനി എഴുതില്ല, ഇതോടെ ഞാൻ നിർത്തുകയാണ് എന്നുള്ളത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതാൻ പോയത്. അതെനിക്ക് ആ പ്രാവശ്യം തന്നെ സെറ്റ് എക്സാം എനിക്ക് കറക്റ്റ് മാർക്കിൽ തന്നെ അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാതാവ് അനുഗ്രഹിച്ചു. ഈ കൃപകളൊക്കെ കിട്ടുന്നതിന് ഞാൻ പ്രധാനമായിട്ടും ജോലി കിട്ടുന്നതിന് മുന്നേ സ്കൂളിൽ കുട്ടികൾക്ക് പഠന സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എന്ത് ചെയ്യും, കുട്ടികൾക്കുള്ള പഠന സഹായങ്ങളൊക്കെ ചെയ്തു. പിന്നെ പത്രം കൃപാസന പത്രം വിതരണം ചെയ്യാൻ പോയി. ആദ്യത്തെ തവണയൊക്കെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുത്തു. 2ാമത്തെ തവണ ഉടമ്പടി പുതുക്കിയതിന് ശേഷം പത്രം കൊടുക്കാൻ പോയപ്പം ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് പോയത്. വീടുകൾ കയറി ഇറങ്ങിയാണ് പത്രം വിതരണം ചെയ്തത്. പക്ഷേ ആദ്യത്തെ വീട് കയറിയപ്പം കുഴപ്പമില്ല, അവർ വാങ്ങിച്ചു. പക്ഷെ 2ാമത്തെ വീട് കയറിയപ്പം അവരെടുത്ത വായിക്ക് ചോദിച്ചു എന്നോട്, നിങ്ങളൊക്കെ ഈ കാലത്ത് തന്നെയാണോ മക്കളെ ജീവിക്കുന്നത് എന്നാണ് ആദ്യം എന്നോട് ചോദിച്ചത്.
പക്ഷേ ഞങ്ങൾ തളർന്നില്ല. ആ വാശിക്ക് ഞങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ നടന്ന് മാക്സിമം പത്രം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അതിൻ്റെ കൃപ എന്തായാലും എനിക്ക് മാതാവ് തന്നിട്ടുമുണ്ട്. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹം ഇത് മാത്രമൊന്നുമല്ല. എപ്പോഴൊക്കെ മോൾക്ക് പനി വല്ലാതെ കൂടിയിട്ടുണ്ട്. ആ സമയത്ത് ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി അവളെ അടുത്തിരുത്തി പ്രാർത്ഥിക്കും. അവൾക്ക് അതിപ്പോൾ ഒരു വിശ്വാസമാണ്, മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും, എൻ്റെ അമ്മയാണെന്ന് അവൾ പറയും. അപ്പോൾ ആ ഒരു വിശ്വാസം എൻ്റെ മോൾക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി ഒത്തിരി നന്ദി. ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആലിസ് ജോർജ്. ഞാൻ എറണാകുളം ജില്ല നീലീശ്വരം കരയേറ്റ മാതാ ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജൂൺ 28 തീയതിയാണ്. അന്ന് വരാനുണ്ടായ കാരണം എൻ്റെ കൂടെയുള്ള കുറേ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു ഉടമ്പടി മാതാവിനെക്കുറിച്ച്. അപ്പോൾ എനിക്കിവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ മോൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS പാസ്സാകാൻ പറ്റി. അതിനുശേഷം അവൾക്ക് ബാങ്ക് ലോണിന് വേണ്ടി നടന്നിട്ട് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ബാങ്ക് ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് മോള് ഉടമ്പടി എടുത്ത് ജോസഫച്ചൻ്റെ ബ്ലെസ്സിങ് സ്വീകരിച്ച് പോയി. അതിനുശേഷം 2 മാസത്തിനുള്ളിൽ അവർ ലോൺ പെട്ടെന്ന് സാങ്ഷനാക്കി തരികയും എൻ്റെ മോൾക്ക് കാനഡയ്ക്ക് പോകാനുള്ള പ്രോസസ്സിങ് നടത്താൻ പറ്റി. അത് പിന്നെ അവൾക്ക് ബയോമെട്രിക്കിന് വേണ്ടിയിട്ട് 22 വർഷമായിട്ട് അവളുടെ കയ്യെ ഫിംഗർ പ്രിൻ്റ് വരില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെർമറ്റോളജി ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഇല്ല കയ്യിൽ. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ, ബയോമെട്രിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മോള് ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ, അമ്മയും വെച്ചിട്ടുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം, ബയോമെട്രിക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ ബയോമെട്രിക്കിന് പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി തൈലം എടുത്തോ, മാതാവിൻ്റെ ആരാധനയും കണ്ട് പ്രാർത്ഥിച്ച് മോള് ബയോമെട്രിക്കിന് ഇരുന്നോളാൻ പറഞ്ഞു. അവൾ ഡോക്ടറെ കണ്ട സർട്ടിഫിക്കറ്റും എല്ലാം ആയിട്ടാണ് പോയത്. അതിനുശേഷം ബയോമെട്രിക്കിന് കയറാൻ നേരത്തെ ഉടമ്പടി തൈലം വെച്ച് കയ്യിൽ തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആരാധനയും കണ്ടതിന് ശേഷം ബയോമെട്രിക്കിന് കയറി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ബയോമെട്രിക്ക് കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ, എൻ്റെ കൊച്ച് വിസയ്ക്ക് വെക്കാൻ പോവുകയാണ്, ഒരു തടസ്സവും കൂടാതെ എത്രയും പെട്ടെന്ന് വിസ കിട്ടിയാൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ മോളെയും കൊണ്ട് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഏജൻസി പറഞ്ഞത് 3-4 മാസം എടുക്കും കാനഡയ്ക്കുള്ള പ്രോസസ്സിങ്. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിസ കിട്ടാൻ, നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. സെപ്റ്റംബറിലേക്കുള്ള വിസയിൽ വെച്ചിരിക്കുന്ന ആർക്കും തന്നെ ഒന്നും തന്നെ ആയിട്ടില്ല എന്നെല്ലാം പറഞ്ഞാണ് നമ്മൾ വെച്ചത്. ഞാൻ പറഞ്ഞു ഇല്ല മോളെ വിഷമിക്കണ്ട, ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കിട്ടിയാൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന്. അങ്ങനെ മോളെ സമാധാനിപ്പിച്ച് ഞങ്ങൾ കുടുംബസമേതം പ്രാർത്ഥിക്കും. രാവിലെയും വൈകിട്ടും എപ്പോഴെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ബയോമെട്രിക്ക് കഴിഞ്ഞ് 8-ാം ദിവസം വിസ അപ്രൂവൽ വന്നു. വിസ അപ്രൂവൽ വന്നതിന് ശേഷം അപ്പോൾ അത് സ്റ്റാമ്പ് ചെയ്യാൻ പോയിട്ട് ഈ 23-ാം തീയതി വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. അപ്പം ഞാൻ അതിനു വേണ്ടി കുഞ്ഞിനെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ നാട്ടിലും ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഫ്രണ്ട്സിനും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത അവർക്കും നല്ല അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. പ്രേക്ഷിത വേല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബുക്സ്, ബാഗ്, അവർക്ക് വേണ്ടുന്നതായ എന്നെ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യും. പിന്നെ അനാഥാലയത്തിൽ പോയി അവർക്ക് ഫുഡ് കൊടുക്കും. പിന്നെ ബുദ്ധിമുട്ടുള്ള ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കുടുംബസമേതം സഹായിക്കാറുണ്ട്. പിന്നെ കൃപാസന പേപ്പറാണെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ കൂടെയും ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ, ബസ്സിൽ ഒക്കെ കൊടുക്കും. എല്ലാവരോടും കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ഇവിടെ വന്ന് ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞാണ് ഞാൻ പേപ്പർ കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് മുസ്ലിം സഹോദരങ്ങൾ വരെ പേപ്പർ കൃപാസന പേപ്പർ വാങ്ങിക്കാറുണ്ട്.
അവർ പറയും കിട്ടുമ്പോൾ എനിക്ക് തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേര് അനുഗ്രഹത്തിലൂടെ എത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, കുർബാനകൾ കാണും. എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ടോക്ക് യൂട്യൂബിൽ കൂടെ കാണും. പിന്നെ ഞാൻ കുംസാരിച്ച് കുർബാനകൾ സ്വീകരിക്കും. എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളയാളാണ്, പക്ഷേ അതൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നുന്നവരോട് ഞാൻ മിണ്ടാറൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് എല്ലാവരെയും ഒരേപോലെ കാണാനൊക്കെ തുടങ്ങി. ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലായാലും നല്ല സന്തോഷം. മാതാവിനെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. ഈ സന്നിധിയിൽ നിൽക്കാൻ പറ്റിയത് തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആഷിക. ഞാൻ ഇവിടെ ആദ്യം തന്നെ എനിക്ക് വേണ്ടി അമ്മയെ ഉടമ്പടി എടുത്തേ. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമൊന്നുമുള്ള കൂട്ടത്തിലല്ലായിരുന്നു. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും ഒന്നും അങ്ങ് ശരിയാവണമല്ലായിരുന്നു. അപ്പം ഞാനായിട്ട് തന്നെ അമ്മേനോട് പറഞ്ഞു, ചിലപ്പോൾ അമ്മ ഞാൻ ഇത്രയും വലിയതായിട്ടും ഞാൻ എടുക്കാണ്ട് എനിക്ക് വേണ്ടി അമ്മ എല്ലാം ചെയ്യുന്ന കാരണമായിരിക്കണം, മാതാവ് എന്നെ ഇവിടെ വരുത്താൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ഇത്രയും ഒന്നും ശരിയാവാത്ത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു, ശരിയാ, ഇത്രയും വലുതായിട്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണ്ടേന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് മാതാവിൻ്റെ ഭയങ്കര അനുഗ്രഹമായിരുന്നു. എല്ലാം പെട്ടെന്ന് ശരിയായി. ഞാനിപ്പോൾ അടുത്ത മാസം 22-ാം തീയതി കയറി പോവുകയാണ് കാനഡയ്ക്ക്. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി.